ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. വെൽഫിനോടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പാട്ട് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ആരാളുള്ളത് അല്ലേ? ഞാനും വലിയൊരു മ്യൂസിക് ലവറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. നിങ്ങൾക്ക് നമ്മുടെ തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ ബ്ലൂടൂത്ത് സ്പീക്കർ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്പീക്കറിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വെറുതെ പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നത് തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ബോക്സ് കേട്ടോ. അപ്പോൾ നമുക്ക് കാണാൻ നല്ല അടിപൊളി ബോക്സാണ്. ഇതിൻ്റെ പാക്കിങ്ങൊക്കെ എല്ലാം അടിപൊളി പാക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പീക്കർ. ഇതാണ് നമ്മുടെ സ്പീക്കർ. ഇതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കി നോക്കാം. എന്താണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ഇതുണ്ടോ, 5 വാട്ടുള്ള മോണോ സ്പീക്കറാണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ. 5 വാട്ടുള്ള മോണോ സ്പീക്കറാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിന് പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫാണ്. അതുപോലെ തന്നെ ഷോക്ക് റെസിസ്റ്റൻ്റ് കൂടിയാണ് കേട്ടോ. IPS6 വാട്ടർ പ്രൂഫ് സ്പെസിഫിക്കേഷൻ വരുന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണിത്. പിന്നെ റഗ്ഡ് ഡിസൈൻ എന്ന് പറഞ്ഞുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1200 mAh ലിഥിയം പോളിമർ ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ബാക്കപ്പ് ഇതിനായിട്ട് കിട്ടും. കണ്ടോ, ഇതിൽ എഴുതിയിട്ടുണ്ട് അവർ അപ് ടു 7 hours നോൺ സ്റ്റോപ്പ് ഡിറ്റർമിനേഷൻ. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറെ ഫീച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ ഓക്സ് കേബിളും നമുക്കിതിൽ സപ്പോർട്ടാവും. അതുപോലെ തന്നെ SD കാർഡും ഇതിൽ സപ്പോർട്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. പിന്നെ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൈലിഷ് ഡിസൈനാണിത്. അത് നമുക്ക് ഇത് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് നോക്കാം. പിന്നെ അതിലിവിടെ എന്തൊക്കെയാണ് ഇതിനുള്ളിലുള്ളതെന്നുള്ളതിൻ്റെ ഒരു ഇത്, പിന്നെ അവരുടെ കമ്പനിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബോട്ടിൻ്റെയാണ് കേട്ടോ. ബോട്ട് എന്ന് പറഞ്ഞുള്ളൊരു ബ്രാൻഡിൻ്റെയാണത്. നല്ല അടിപൊളി ബ്രാൻഡ് തന്നെയാണ്. നല്ല അത്യാവശ്യം നല്ല ഒരു പ്രൈസ് റേഞ്ച്, നല്ല രീതിയിലുള്ള സ്പീക്കേഴ്സും എല്ലാം തന്നെ ഇവരുടെ ബ്രാൻഡുകൾ അടിപൊളിയാണ്. അപ്പോൾ ഇതിലുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ സ്റ്റോൺ ഗ്രാനൈറ്റ് സ്പീക്കർ. അതാണ് സ്റ്റോൺ ഗ്രാനൈറ്റ് എന്നാണ് ഈ ഒരു സ്പീക്കറിൻ്റെ പേര് കേട്ടോ. ഈ ബോട്ടിൻ്റെ സ്റ്റോൺ ഗ്രാനൈറ്റ് എന്നാണ് ഇതിൻ്റെ ഒരു പേര്. അതുമാത്രം തന്നെ ഇതിൽ ഉള്ളത് മൈക്രോ USB കേബിൾ, ഇത് ചാർജ് ചെയ്യാനായിട്ടുള്ള മൈക്രോ USB കേബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ 3.5 mm കേബിൾ, ഓഡിയോ കേബിൾ, നമ്മുടെ ഓക്സ് കേബിളാണ്. പിന്നെ യൂസർ മാനുവൽ, വാറൻറ്റി കാർഡ്, പിന്നെ ഒരു കാറ്റലോഗ്, ഇതാണുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് വാവ് ഗൈസ്, ഒരു രക്ഷയില്ല കേട്ടോ. പൊളി സാധനം. നമ്മൾ ഈ ഒരു ഓൺലൈനിലൊക്കെ നമ്മൾ ഫോട്ടോസ് കാണുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ചില പ്രൊഡക്റ്റൊക്കെ നമ്മൾ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോയിൽ കാണുമ്പോൾ വേറൊന്ന്, നമുക്കിവിടെ കിട്ടുമ്പോൾ വേറൊന്ന്, അങ്ങനെയല്ല ഉണ്ടാവും. ഇത് സെയിം അതേപോലെ തന്നെയുള്ള ഒരു സംഭവം കേട്ടോ. എന്താ പറയുക, വാക്കുകൾ കിട്ടുന്നില്ല കേട്ടോ. അടിപൊളിയാണ്. നല്ലൊരു എന്താ പറയുക, ഒരു ക്ലാസ് ലുക്ക്, വേറെ ലെവൽ കേട്ടോ. ഒരു പ്രീമിയം ലുക്ക് തന്നെ തരുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ അത്. ഇതിൽ നമുക്ക് ഇത് വരുന്നത് പറഞ്ഞാൽ ഈ ഒരു സ്വിച്ച് വരുന്നത് നമുക്ക് പവർ ഓൺ ചെയ്യാനുള്ളത്. ഇത് നമുക്ക് പോസ്റ്റ് ബട്ടണാണ്. പിന്നെ ഇത് വോളിയം ബട്ടൺ ഡൗൺ ചെയ്യാനും ഇത് അപ്പ് ചെയ്യാനും, പിന്നെ പാട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാനും, നമുക്ക് പുറകോട്ട് പ്രീവിയസ് പാട്ടിലേക്ക് വരാനുള്ള ഒരു ബട്ടൺ കൂടിയാണിത്. ഓക്കെ, അല്ല അടിപൊളി സംഭവം. ഒരു കീ ചെയിനൊക്കെ പോലെ ഇങ്ങനെ തൂക്കിയിടാൻ തരത്തിൽ കണ്ടോ. ഇവരിവിടെ ഒരു ബ്രാൻഡിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്, ബോട്ട് എന്നുള്ളതാണ്ടോ, ബോട്ട് എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ എഴുതിയേക്കണുണ്ടോ, മോഡൽ നമ്പർ സ്റ്റോൺ ഗ്രാനൈഡ് ആണ്. ഔട്ട്പുട്ട് പവർ 5 volt, ഇൻപുട്ട് DC അതെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ IPS6 അത് അപ്പോൾ ഗൈസ്, ഇതൊരു സിലിക്കോണാണ് കേട്ടോ. സിലിക്കോൺ മെറ്റീരിയലാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്കിലായിട്ട് അതിങ്ങനെ ഇതുപോലെയാണ്. ഇതിൽ നമുക്ക് കണ്ടോ, ഇവിടെ ഓക്സ് കേബിൾ കണക്ട് ചെയ്യാനും നമ്മുടെ 5 volt DC ചാർജർ കണക്ട് ചെയ്യാനുണ്ട്. പിന്നെ ഇത് നമ്മുടെ മൈക്രോ SD കാർഡ് ഇടാനായിട്ടുള്ള ഒരു സ്ലോട്ടും കൂടിയാണ് കേട്ടോ. ഇത് വാട്ടർ പ്രൂഫിന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഇതുപോലെ ഒരു സിലിക്കോൺ വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റ് ഫിറ്റിംഗ് ആണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, അതുകൊണ്ടൊരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തറയിൽ വെക്കുന്ന സമയത്ത് ചില സ്പീക്കേഴ്സ് കാണാം, നമ്മൾ അടിപൊളി ബാസൊക്കെ അടിക്കുന്ന സമയത്ത് ഇങ്ങനെ നീങ്ങി പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫീൽ ഇതിൽ ഉണ്ടാവില്ല എന്നാണ് ഞാൻ റിവ്യൂലും കാര്യങ്ങളും. നമ്മളൊരു സ്പീക്കർ എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ റിവ്യൂസും കുറേയൊക്കെ കണ്ടിട്ടല്ലേ നമ്മൾ എടുക്കുക. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് പറയുകയാണ്. അപ്പോൾ എന്തുകൊണ്ടല്ല അടിപൊളി നല്ല പ്രീമിയം ലുക്ക് എല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് തോന്നുന്നു ഇത് എന്തൊക്കെയാണുള്ളത് നോക്കി നോക്കാം. നമുക്ക് സ്പീക്കറോടെ മാറ്റി വയ്ക്കാം. നമുക്കിതിൽ എന്തൊക്കെയാണ് ബോക്സിൽ വന്നിട്ടുള്ളത് നോക്കി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അതിൽ വന്നിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മൈക്രോ USB കേബിളാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിലൊരു ഓക്സ് കേബിൾ വന്നിട്ടുണ്ട്, നോർമൽ ഓക്സ് കേബിൾ തന്നെയാണ്. പിന്നെ ഇതിൽ വന്നിട്ടുള്ളത് ഇതൊരു യൂസർ മാനുവലാട്ടോ. നമ്മുടെ ജാക്ലിൻ ഫെർണാണ്ടസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൽ, ബ്രാൻഡ് അംബാസഡറാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു യൂസർ മാനുവൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം, അതൊന്നും ആവശ്യമില്ലാത്തല്ലേ. പിന്നെ ഒരു 1 year വാറൻറ്റിയുടെ ഒരു സംഭവം വന്നിട്ടുണ്ട്. പിന്നെ ഇതെന്താണ്, ഇതവരുടെ പ്രൊഡക്ട്സിൻ്റെ ഒരു ഇതാണ് കേട്ടോ, ലിസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ സ്പീക്കറൊന്ന് നമുക്ക് നോക്കി നോക്കാം, ഒന്ന് ഓൺ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. സ്പീക്കർ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കി നോക്കാം. Power on. You've plugged into Nirvana.
അപ്പോൾ നമ്മൾ ഓക്കെ ഇപ്പം തന്നെ പെയർ ചെയ്യിക്കാം. അപ്പോൾ ഒന്ന് ആദ്യമായിട്ട് നമ്മൾ പെയർ ചെയ്യിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്കിതൊന്ന് ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ട് നമുക്ക് കണക്ട് ചെയ്യിപ്പിക്കാം. You're now connected to Boatstone Grenade. എത്ര സ്പീഡിലാണ് കണക്ട് ചെയ്ത് നോക്കിയാൽ. അപ്പോൾ നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ ഇത് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഈ ചെറിയ സാധനത്തിൽ നിന്നാണ് ഇത്ര സൗണ്ട് വരുന്നത്. മോനെ ബാസ് ഒരു രക്ഷയില്ല. അത് നമുക്ക് കൈ പിടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എമ്മാതിരി ബാസ് ഉണ്ട് എന്നുള്ളത്. നമുക്കിവിടെ ഒരു ലൈറ്റ് ഇൻഡിക്കേഷൻ ഉണ്ട് കേട്ടോ. ഞാൻ പറയാൻ മറന്നതാണ്, ഇവിടെ ലൈറ്റ് ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഒരു രക്ഷയില്ല, പൊളി സാധനമാണ്. അപ്പോൾ ഇത്രയും ഒരു ചെറിയ സ്പീക്കറിനാണ് ഇത്രയും ബാസും ഇത്രയും സൗണ്ടും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാതിരിക്കാൻ വയ്യ, വേറെ ലെവലാണ്. നമ്മൾ കുറേ റിവ്യൂ കണ്ടെങ്കിലും നമുക്കിത് കൈ കിട്ടുമ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഫീല്, വേറെ ലെവൽ. എന്തായാലും ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു പ്രൊഡക്റ്റിനോട് ഇട്ടാൽ. ഇതൊരു മേടിച്ചതിൽ വെച്ച് നോക്കിയാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. നമ്മൾ 100% ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്. കാരണം ഒരു പ്രീമിയം ലുക്ക്, അത് മാത്രം തന്നെ വേറെ മാത്രമല്ല ഇതിൻ്റെ ഈ സൗണ്ട് ബാസ് വളരെയധികം ഇഷ്ടപ്പെട്ടു. താങ്ക് യു ബോട്ട്, വളരെയധികം ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരു പ്രൊഡക്റ്റ്. നമുക്ക് വേറൊരു സോങ് കൂടി വെച്ച് നോക്കിയോ കേട്ടോ. അപ്പോൾ ഗൈസ് ഒരു രക്ഷയിലെ പൊളി സാധനമാണ്, വേറെ ലെവൽ. ഞാൻ 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു സ്പീക്കറിനോട് കേട്ടോ. കാരണം വേറെ ലെവൽ സാധനമാണ്. അത് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നു. അപ്പോൾ എൻ്റെ കൈ കിട്ടി കഴിഞ്ഞുള്ള അവസ്ഥ എന്താവും നിങ്ങൾക്ക് മനസ്സിലാവും. വേറെ ലെവൽ സാധനമാണ്, പൊളി വേറെ ലെവൽ പൊളി. ഇഷ്ടപ്പെട്ടു, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. നല്ല അടിപൊളി പ്രൊഡക്റ്റ്. നിങ്ങൾ എന്തായാലും മേടിച്ച് നിങ്ങൾ മ്യൂസിക് ലവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കുക. ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ മേടിക്കുന്ന ഇതാണ്. ഇതിൻ്റെ പ്രൈസ് ഞാൻ പറയുന്നില്ല, കാരണം എന്താണ്, ഇത് ഞാൻ ഓൺലൈനിൽ നോക്കുന്ന സമയത്ത് ഇത് വളരെ വേരിയേഷൻ വരുന്നുണ്ട് ഈ ഒരു സ്പീക്കറിന് കേട്ടോ. കാരണം ഇത് ട്രെൻഡിങ് ആവുന്ന സമയത്ത് കൂടുതലും കുറയലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടാം. അപ്പോൾ നിങ്ങളൊന്ന് പോയിട്ട് ചെക്ക് ചെയ്താൽ മതി നിങ്ങൾ മേടിക്കുന്ന സമയത്ത്. അടിപൊളിയാണ്, അടിപൊളി സ്പീക്കറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാവുന്ന ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഇതിന് നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.